ബി.ജെ.പി. ആട്ടിൻതോലിട്ട ചെന്നായാണെന്ന് അറിയാത്തവരല്ല കേരളത്തിലെ സമൂഹം, കേരള ജനത. ഇന്ത്യയിലാകെ തന്നെ അവർ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളുടെ സ്വഭാവമാണ് കാണിക്കുന്നതും. നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഭാരതത്തെ നട്ടലുയർത്തി നിൽക്കാൻ അല്ലെങ്കിൽ തല ഉയർത്തി നിൽക്കാൻ പ്രാപ്തരാക്കുന്ന ഭരണഘടന എഴുതി തയ്യാറാക്കിയ ഡോക്ടർ ബി.ആർ. അംബേദ്കറെ പുച്ഛിച്ച് തള്ളുന്നവരാണ് ഈ കൂട്ടർ ബി.ജെ.പിക്കാർ. അതുമാത്രമല്ല ജവഹർലാൽ നെഹ്റുവിൻ്റെ എല്ലാ നന്മകളെയും തച്ചുടയ്ക്കുന്ന ആളുകളാണ് ബി.ജെ.പിക്കാരെന്ന് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും അറിയാം. എന്നിട്ട് ഇവരിപ്പോൾ എന്താണ് ചെയ്യുന്നത്? കടുത്ത മുസ്ലിം വർഗീയത പറയുകയാണ്. കടുത്ത മുസ്ലിം വിരോധം കൊട്ടിഘോഷിച്ചിട്ട് മുസ്ലിങ്ങളെ എവിടെ കണ്ടാലും തെറി വിളിക്കുക, എല്ലാ മുസ്ലിങ്ങളെ എന്താണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞ് ആക്രമിക്കുക, പശുക്കടത്ത്, വ്യാജ കേസുകൾ എന്ന് തുടങ്ങി അവരെ ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരയാക്കുക, അവരെ തല്ലിക്കൊല്ലുക, അങ്ങനെയൊക്കെ നീചമായ പ്രവർത്തി ചെയ്യണ ബി.ജെ.പി. ഒരു സ്നേഹയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് കേരളത്തിൽ. എന്താണ് സ്നേഹയാത്ര? കഴിഞ്ഞ കൊല്ലവും ഇതുപോലെ നടത്തിയിരുന്നു. എല്ലാ ക്രൈസ്തവരുടെ വീട്ടിലും, അറിയാവുന്ന ക്രൈസ്തവരുടെ വീട്ടിലൊക്കെ കേക്കുമായിട്ട് അങ്ങോട്ട് ചെല്ലും. ക്രിസ്മസ് കാലമല്ലേ, ഈ അവധിക്കാലം തുടങ്ങി. ഇന്ന് വൈകുന്നേരം മുതൽ ഈ യാത്ര തുടങ്ങും. കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും എല്ലാ ആളുകളും ഈ സ്നേഹയാത്രയിൽ ഉണ്ടാകും. എന്നിട്ട് ബിഷപ്പുമാരെ പോയി കാണുന്നു, വൈദികരെ പോയി കാണുന്നു, എന്നിട്ട് എന്താണ് കെട്ടിപ്പിടിക്കുന്നു, ഭയങ്കര സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്. ഇത് സ്നേഹയാത്ര എന്ന പേരാണ്, പക്ഷേ ഇതൊരു കപടയാത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. കപട മതേതരവാദമാണ് ഇവർ ഉന്നയിക്കുന്നത്. സ്വന്തം സഹോദരനായ ഇസ്ലാമിനെ തള്ളി പറഞ്ഞിട്ട് വേറൊരു സഹോദരനെ കൂടെ പിടിക്കുക. അവരും ഇസ്ലാമും ന്യൂനപക്ഷമാണല്ലോ. ഈ ഭൂരിപക്ഷ വർഗീയതയുടെ മറ്റൊരു ദോഷമുഖമാണ് സ്നേഹയാത്ര എന്ന് തിരിച്ചറിയുന്നുണ്ട്. എന്തിനാണ് ഇവർ ഈ സ്നേഹയാത്ര നടത്തുന്നത്? ഒന്ന്, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായല്ലോ. കേന്ദ്രമന്ത്രി ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ വസതിയിൽ നടത്തിയ ക്രിസ്മസ് വിരുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ജോർജ് കുര്യൻ അത്യാവശ്യം നല്ലൊരു നേതാവാണ്. ബി.ജെ.പിയിലുള്ള ഇത്തിരി വൃത്തിയും മെനയുമുള്ള ഒരു നേതാവാണ് ജോർജ് കുര്യൻ. സുരേഷ് ഗോപിയെ പോലെ കാടനോ കേരളത്തോട് പുച്ഛമോ ഉള്ള നേതാവല്ല ജോർജ് കുര്യൻ. ജോർജ് കുര്യൻ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് വന്ന ആളാണ്. അതുപോലെ നിങ്ങൾക്കും ബി.ജെ.പിയിൽ ചേർന്നാൽ നിങ്ങളെയും ഞങ്ങൾ സംരക്ഷിക്കും, നിങ്ങളോട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞാണ് ബി.ജെ.പിയുടെ ഈ സ്നേഹയാത്ര നടക്കുന്നത്. മറ്റൊന്ന്, സുരേഷ് ഗോപി ജയിക്കാനിടയായ സാഹചര്യം. സുരേഷ് ഗോപിയുടെ അടുത്ത ഒരു സുഹൃത്ത് സുരേഷ് ഗോപിയെ കൊണ്ട് എല്ലാ ഇടവകളിലും എല്ലാ അച്ഛന്മാരെയും തൃശ്ശൂർ മണ്ഡലത്തിൽ വരുന്ന, തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വരുന്ന ഏതൊക്കെ രൂപതയുണ്ടോ അവിടെയൊക്കെ ഇപ്പോൾ രൂപത ബിഷപ്പുമാരെയും കണ്ട് തലകുമ്പിട്ട് നിൽക്കുന്ന ചിത്രങ്ങളും ഫോട്ടോകളുമൊക്കെ എന്താണ് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും തുരുതുരാ വാരിയിട്ടിട്ട് ക്രിസ്ത്യാനികളുടെ വോട്ടും സുരേഷ് ഗോപി സ്വന്തമാക്കിയിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളുടെ വോട്ട് മാത്രമല്ല ക്രിസ്ത്യൻ വോട്ട് ബാങ്കും സുരേഷ് ഗോപിക്ക് അനുകൂലമായി പ്രവർത്തിച്ചു എന്നതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിന് ബി.ജെ.പിയോടുള്ള എതിർപ്പ്, ബി.ജെ.പിയോടുള്ള മമതക്കുറവ് ഇല്ലാതെ ആയി വരുന്നു. അവർ തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നു. ക്രിസ്തുമത വിഭാഗക്കാർക്ക് ബി.ജെ.പിയോട് ഇഷ്ടം കൂടി വരുന്നു എന്നൊരു ധാരണയുടെ പുറത്താണ്, അല്ലെങ്കിൽ ആ ധാരണ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ സ്നേഹയാത്ര. അപ്പോൾ ക്രിസ്തുമത വിശ്വാസികൾ ഇങ്ങനെ ചിന്തിക്കണം, മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത്, ഒഡീഷയിൽ എന്താണ് സംഭവിച്ചത്? ഈ വർഗശത്രുക്കളായ ബി.ജെ.പിക്കാർ ക്രിസ്ത്യാനികളെ വീടാന്തരം കയറി കത്തിച്ചു കൊന്നിട്ടില്ലേ? എന്തിന് പള്ളികളുടെ മുകളിൽ കാവിക്കൊടി കെട്ടിയിട്ടില്ലേ? കുരിശുകൾ തല്ലി തകർത്തിട്ടില്ലേ? മണിപ്പൂരിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? ന്യൂനപക്ഷ സമൂഹമായ ക്രിസ്ത്യൻ വിഭാഗത്തെ അടിച്ചാക്രമിക്കുന്നില്ലേ? ദേവാലയങ്ങൾ കത്തിക്കുന്നില്ലേ? സ്കൂളുകൾ കത്തിക്കുന്നില്ലേ? ഇതൊക്കെ ക്രിസ്ത്യാനികളുടെ, പ്രത്യേകിച്ച് ബിഷപ്പുമാരുടെ, ബി.ജെ.പി. പ്രേമമൂത്ത് നടക്കുന്ന ചില ബിഷപ്പുമാരുണ്ട്, അവരുടെ മനസ്സിൽ ഇത് ഉണ്ടാകണം. ബി.ജെ.പിയുടെ ഈ സ്നേഹയാത്ര എന്ന് പറയുന്നത് ഒരു കപടയാത്രയാണ്, ആട്ടിൻതോലിട്ട ചെന്നായിയാണ് ബി.ജെ.പി. എന്ന കാര്യം മറക്കരുത്. കാരണം ബി.ജെ.പിയിൽ RSS എന്നൊരു ഘടകമുണ്ട്. അവരിൽ ചില നന്മകളുണ്ട്, അവരിൽ ചില മാനുഷിക മൂല്യങ്ങളുണ്ട് RSSൽ. പക്ഷേ മറ്റ് സംഘപരിവാർ സംഘടന, ബജ്റംഗ് ദൾ അങ്ങനെ തുടങ്ങിയ VHP, ഇവർക്കൊന്നും ആ ഒരു സംഭവം ഇല്ല. അവരൊക്കെ കടുത്ത വർഗീയവാദികളാണ്. അവരെയൊക്കെ നിയന്ത്രിക്കാൻ നല്ല നേതൃത്വവുമില്ല. RSSനാണ് മോഹൻ ഭാഗവതിനെ പോലെ ഒരു നല്ലൊരു നേതാവെങ്കിലും ഉണ്ടെന്ന് പറയാം. അദ്ദേഹം ഇടയ്ക്കിടയ്ക്കെങ്കിലും ആളുകളെ താക്കീത് ചെയ്യും. പിന്നെ RSSൻ്റെ നേതൃത്വം ബി.ജെ.പിയുമായി അകന്നു നിൽക്കുന്നത് തന്നെ ഇവരുടെ ഈ വിഷം ചീറ്റുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്നുള്ള സത്യവും ക്രിസ്തുമത വിശ്വാസികളും പ്രത്യേകിച്ച് ബിഷപ്പുമാരും, ഈ RSS പ്രേമം മൂത്ത് നടക്കുന്ന, ബി.ജെ.പി. പ്രേമം മൂത്ത് നടക്കുന്ന ബിഷപ്പുമാരും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും.